പോകാൻ മടിയായി. അപ്പം ഞാൻ വിചാരിച്ചു വന്നിട്ട് എല്ലാവർക്കും കൂടി പോകാമെന്ന് വിചാരിച്ചു. സജി ചേട്ടൻ ലൈക്ക് അടിച്ചു. മോളുടെ അമ്മ വിളിച്ചു. സജി ചേട്ടൻ 5ാമത്തെ ലൈക്ക് പൊട്ടിച്ചു. അത് പൊട്ടിപ്പോയെന്ന് പറയുന്നു. ആഹാ, നമ്മുടെ ലൈവ് ഇപ്പോൾ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ, റിക്വസ്റ്റാണ്. പിന്നെ വേറെന്താണ്, ഞാൻ ചുമ്മാ ലൈവിൽ വന്നേ 2 സിനിമ കണ്ടു തന്നപ്പോൾ ഞാൻ വിചാരിച്ചു ടി വിക്ക് കുറച്ച് നേരം റെസ്റ്റ് കൊടുക്കാമെന്ന്. ഫോണും കുറച്ച് ജോലിയൊക്കെ ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് ലൈവിൽ വന്ന്. പ്രിയക്കുട്ടി 8.1K ആയല്ലോ, കൺഗ്രാറ്റ്സ് ചേച്ചി എന്ന് പറയുന്നുണ്ട്. സന്തോഷം സന്തോഷം, താങ്ക് യുടാ. വള്ളം ഉടനെ റെഡിയാവും. വള്ളം അങ്ങോട്ട് കിട്ടിയിട്ട് വേണം, സ്വന്തമായിട്ട് വള്ളം കിട്ടിയിട്ട് വേണം. മീൻ ചാകര ഇങ്ങോട്ട് വരുന്ന സമയത്ത് കുറേ മീൻ വന്നിട്ട് നമ്മുടെ പോട്ടിൽ വന്നിട്ട് വാങ്ങിക്കാം. നമ്മുടെ ലൈവ് ഇപ്പോൾ ആരൊക്കെയാണ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, റിക്വസ്റ്റാണ്. പിന്നെ എന്താണ്, ഇന്നലെ നമ്മൾ കൊല്ലം ചിന്നക്കട മൊത്തം ഞാനും എൻ്റെ കെട്ടിയവനും കൂടി കറങ്ങി കിട്ടും. ഭയങ്കര മഴയായിരുന്നു. വൈകിട്ട് കുറേ നേരം അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. ബീച്ചിൽ പോയപ്പോഴത്തേക്ക് ബീച്ചിൽ മഴയായതുകൊണ്ട് വലിയ ആളില്ലായിരുന്നു. പിന്നെ അവിടെ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങ് വന്നു. പ്രിയക്കുട്ടി ഹായ് സജി ചേട്ടാന്ന് വിളിക്കുന്നു. ലൈക്ക് അടിക്കാൻ എല്ലാവർക്കും നല്ലത് വരും. ചേച്ചിയുടെ പക ചായയും കിട്ടും. ഓ, പ്രിയക്കുട്ടി കുഞ്ഞു പാവയാണേ. ഇപ്പം ഇനി +1 കേട്ടോ. സുനോ ചേട്ടൻ ലെഗ് ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസീവായി, ഡെയിലി ടു മച്ച് മണി. ഓ അതെയോ. പിന്നെ വേറെന്താണ്, നിങ്ങൾ വലിയ പുള്ളിക്കാരനല്ലേ അപ്പാ. നമ്മുടെ സാധാരണ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു ഇത്രയും പൈസ ആവില്ലല്ലോ. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ ഒരുപാട് പൈസ ഉണ്ടായതുകൊണ്ട് വലിയ പ്രശ്നം വരില്ല. പ്രിയമോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ? ഇപ്പോൾ ചുമ്മാ നിൽക്കുക. +1 അഡ്മിഷനൊക്കെ എടുത്തിട്ട് 18-ാം തീയതി ക്ലാസ് തുടങ്ങത്തേ ഉള്ളൂ. റീതിങ്ക് ഹായ്, ഒരുപാട് നാളായാലും റീതിങ്ക് നമ്മുടെ ലൈവിൽ വന്നിട്ട്. ഒരുപാട് സന്തോഷം, വീണ്ടും വന്നതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു കേട്ടോ. റീതിങ്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ഹായ് ഡിയർ ഫ്രണ്ട്, എന്തോ പ്രിയക്കുട്ടി സുനോ ചേട്ടൻ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്നു. ഫുഡ് കഴിച്ചോ സുനോജേ? വള്ളം എന്തു ബായ്? നമ്മുടെ സജി ചേട്ടന് വള്ളത്തിന് മീൻ പിടിക്കുന്ന ജോലിയാണേ. സജി ചേട്ടൻ നമ്മുടെ ലൈവിൽ സ്ഥിരം വരുന്ന ഒരാളായിരുന്നു. സജി ചേട്ടൻ ഒരു ആക്സിഡൻറ്റ് പറ്റി സജി ചേട്ടൻ റെസ്റ്റിലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ലേറ്റായിട്ടല്ലേ വരുന്നത്. അപ്പോൾ സജി ചേട്ടന് പിറ്റേ ദിവസം രാവിലെ വള്ളത്തിൽ പോകുന്നുണ്ട് സജി ചേട്ടൻ നമ്മുടെ ലൈവിൽ വരാറില്ലായിരുന്നു. ഇപ്പോൾ സജി ചേട്ടൻ ലൈവിൽ വന്നു. പിന്നെ പുതിയൊരു വള്ളമൊക്കെ വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് ഓർത്തിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് സജി ചേട്ടാ വള്ളം എന്തായിന്ന് ചോദിച്ചത്. അത്രയേ ഉള്ളൂ. പിന്നെന്താണ്, റീതിങ്ക് ഹായ് എന്ന് നമ്മുടെ പ്രിയ ഹായ് റീതിങ്ക്. പ്രിയക്കുട്ടി വിളിക്കുന്നുണ്ട്. നമ്മുടെ ലൈവ് കാണുന്നവരൊക്കെ ഇപ്പോൾ 16 പേരുണ്ട്. പക്ഷെ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂ പ്ലീസ്, റിക്വസ്റ്റ്. ഇല്ല മോള് പ്രിയ എന്ന് പറയുന്നത്. പ്രിയ ആഹാ. സുനു ചേട്ടൻ 2 മന്ത് വേണമെന്ന് പറയുന്നു. പക്ഷേ ഇവിടുന്ന് പോയ സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ 1 മന്ത് എന്നായി. ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കാണിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ടല്ലേ പോയത്. പിന്നെ പെട്ടെന്ന് എന്താണ് 2 മന്തെന്ന് എനിക്കറിയില്ല. എന്തായാലും വേഗം സുഖമാവട്ടെ, പ്രാർത്ഥന ഉണ്ടാവും. സജി ചേട്ടൻ നല്ല നിലയിൽ പഠിച്ച് മിടുക്കിയായി നല്ലൊരു ജോലി നേടുക കേട്ടോ പ്രിയമോളെ എന്ന് പറയും. ഉറപ്പായിട്ടും പ്രിയക്കുട്ടി നല്ല ജോലിയൊക്കെ വാങ്ങി ഹൈ പൊസിഷനാവും, അത് ഉറപ്പാണ്. കാരണം പ്രിയക്കുട്ടിയുടെ അമ്മ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് പ്രിയക്കുട്ടീനെ പഠിപ്പിക്കുന്നത്. ഋതിക് എനിക്ക് മൈഗ്രെയിൻ തലവേദനയായിരുന്നു ഡിയ, അതുകൊണ്ടാണ് ഫോൺ യൂസ് കുറച്ചത്. ഇനി വരാട്ടോ, ഇപ്പോൾ കുറവുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ. ഋതിക് ഹായ് പ്രിയമുത്തേ എന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ സൗണ്ട് ഇന്ന് 2 സിനിമ ഇവിടെ നിന്ന് കണ്ടേ. പക്ഷേ തമാശയൊക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ ആർത്ത് ചിരിക്കും, ഭയങ്കര ഒച്ചത്തിൽ ചിരിക്കും. അങ്ങനെ സൗണ്ട് പോയാണെന്ന് തോന്നുന്നു. പ്രിയക്കുട്ടി സജി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്. റീതിങ്ക് 6ാമത്തെ ലൈക്ക് തന്നു എന്ന് പറയുന്നുണ്ട്. ഹായ് സജി ചേട്ടൻ ഹായ് എന്ന് വിളിക്കുന്നുണ്ട്. റീതിങ്ക് കേട്ടോ. സുനോ ചേട്ടൻ തോന്നി ആണോ പ്രിയമോള് എന്ന് പറയും. സജി ചേട്ടൻ എന്നിട്ട് വേണം എനിക്ക് പ്രിയമോളെ കാണാൻ. അതെ ഞാനും പറഞ്ഞിട്ടുണ്ട്, പ്രിയക്കുട്ടീനെ നേരിട്ട് കാണുന്ന ദിവസം പ്രിയക്കുട്ടി വലിയ ജോലിയൊക്കെ മേടിച്ച് വലിയ പണക്കാരിയായിട്ട് കാണണമെന്ന്. അതെ നമ്മളൊക്കെ ഒരേ ഹെയർ സ്റ്റൈലാണ് ഡിയർ. അതെയോ, ഓ ഇങ്ങനെയാണോ? റീതിങ്കിൻ്റെ ഒറിജിനൽ പേര് പറഞ്ഞില്ലല്ലോ, പറയൂ. പ്രിയക്കുട്ടി സൗണ്ടൊക്കെ നോക്കി ചിരിക്കണ്ടേ ചേച്ചി? അതെ, എന്ത് ചെയ്യാനാ. പക്ഷെ ചിരി വന്നു കഴിഞ്ഞാൽ ഞാൻ ചിരിക്കും. കരയേണ്ടി വന്നാൽ നമ്മൾ മാത്രമല്ല കരയാൻ കാണും. അപ്പം ചിരിക്കേണ്ട സമയത്ത് നമ്മളങ്ങ് ചിരിച്ചേക്കണം. നമ്മുടെ കൂടെ ആരെങ്കിലും കരയുമോ? സങ്കടമൊക്കെ കാണും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തെങ്കിലും സങ്കടം തോന്നി നമ്മൾ തന്നെയല്ലേ വിഷമിക്കുന്നത്. അതുകൊണ്ട് ചിരിക്കാൻ കിട്ടുന്ന ഓരോ സമയവും ഞാൻ കളയില്ല, ഞാൻ നന്നായിട്ട് ചിരിക്കും. ശരിക്കും റീതിങ്ക് തന്നെയാണോ? സുനു റംസി വരാൻ പറയൂ. രഞ്ജിനി പ്രിയമോള് റംസി ജോലി തിരക്കിലായിരിക്കും. അപ്പം എങ്ങനെയാണ് ഞാൻ പറയുന്നത്?